ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ളൊരു നൂൽപുട്ടാണ് കേട്ടോ. അതിനായിട്ട് ഇവിടെ ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീമറിൽ വെച്ച് ആവിയേറ്റെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ പഴം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് മുൻപായിട്ട് ഇതിൻ്റെ കറുത്ത കുടലൊന്ന് കളയണം കേട്ടോ. അത് കളയാൻ വിട്ടുപോയതാണ്. അതിനുശേഷം നമ്മൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം, പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നൂലപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ളൊരു അരിപ്പൊടി ചേർത്ത് ഇത് നന്നായിട്ട് നമ്മൾ സാധാ ഇടിയപ്പം കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ കുഴച്ച് നമ്മൾ നന്നായിട്ട് നൂലപ്പത്തിന് വേണ്ട ആ ഒരു പരുവെത്തുമ്പോൾ നമ്മളിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഊണിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. കുഴച്ച് ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നെയ്യോ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടി നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇതുപോലെ ഓരോ ബോൾസാക്കി മാറ്റിയിട്ട് ഇതുപോലെ നമ്മൾ ആക്കിയെടുത്ത് ഒരു ഓവൽ ഷേപ്പ്, ബോൾസ് അല്ല, ഒരു ഓവൽ ഷേപ്പിലാക്കി എടുത്തിട്ട് നമ്മളിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഊണിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടിയപ്പം ചെയ്യണതിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ നൂൽപുട്ട് ചെയ്യണ പോലെ തന്നെ ബാക്കി എല്ലാവരും കേട്ടോ. അതിൽ കൂടി നമ്മൾ ഏത്തപ്പഴം ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളിത് ഓരോ അച്ചിലും ഇതുപോലെ ഊണിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഈ ഓരോ നൂൽപുട്ടും ഊണിയെടുത്ത് ഇനി നമ്മളിത് ഇഡ്ഡലിച്ചെമ്പിലേക്ക് വെള്ളം വെച്ചിട്ട് അതിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പത്തിൽ നന്നായിട്ട് വെന്ത് നൂലപ്പം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള നൂൽപുട്ടാണ്. നല്ല ടേസ്റ്റാണ്. നമുക്കിത് വെറുതെ ഇങ്ങനെ ഇതുപോലെ ഓരോന്ന് കടിച്ച് നമുക്ക് ചായയുടെ ഒപ്പം കഴിക്കാവുന്നതാണ്. നല്ല മധുരവും എല്ലാനും ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെറുതെ പറയണതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.